നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിന് തുടക്കമായി. ചരിത്രത്തിന് വേണ്ടിയുള്ള പ്രതിരോധങ്ങൾ, ജനാധിപത്യപരമായ ഉത്തരവാദിത്യം. മുഖ്യമന്ത്രി യുവാവിനെ ബൈക്കിൽ കെട്ടിവെച്ചില്ല, പോലീസിനെതിരായ ആരോപണം നുണ. CCTV ദൃശ്യങ്ങൾ പുറത്ത്. പാളയും പനയോലയും പാരമ്പര്യ ചുവടുകളും. സർഗോത്സവം കലാമേളയിൽ ജനശ്രദ്ധ നേടി പരമ്പരാഗത നൃത്തങ്ങൾ. ഇരുട്ട് വെളുക്കുമ്പോഴേക്കും കോൺഗ്രസുകാർ BJP ആകുന്നു. മറ്റത്തൂരിലേത് കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയല്ല. മുഖ്യമന്ത്രി. മുതിർന്ന CPM നേതാവ് KM സുധാകരൻ അന്തരിച്ചു. പ്രതീക്ഷകൾ അവസാനിച്ചു. സുഹാന്റെ മൃതദേഹം കുളത്തിൽ നിന്നും കണ്ടെത്തി. കെട്ടിടം ഒഴിയാൻ നോട്ടീസ് നൽകേണ്ടത് സെക്രട്ടറി. ശ്രീലേഖയുടേത് ശരിയായ നടപടിയല്ലെന്ന്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ചരിത്രത്തിന് വേണ്ടിയുള്ള പ്രതിരോധങ്ങൾ ജനാധിപത്യപരമായ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ 84ാമത് ത്രിദിന ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രം ആർക്കും കീഴടങ്ങുകയില്ലെന്നും സത്യത്തെ മിത്തുകൾ കൊണ്ട് പകരം വെക്കാൻ കഴിയില്ലെന്നും പാണ്ഡിത്യം അധികാരത്തിന് തലകുനിക്കുകയില്ലെന്നുമുള്ള സന്ദേശമാണ് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യവും അതിൻ്റെ രാഷ്ട്രീയവും ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടത്തിലാണ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് നടക്കുന്നത്. ചരിത്രം വളച്ചൊടിക്കുമ്പോൾ, തുടച്ചു നീക്കപ്പെടുമ്പോൾ, കേവലം പ്രോപ്പഗൻഡയായി ചുരുക്കപ്പെടുമ്പോൾ ജനാധിപത്യം ദുർബലമാവുകയാണ്. അതിനാലാണ് ഹിസ്റ്ററി കോൺഗ്രസ് ദേശീയ ശ്രദ്ധ നേടുന്നത്. ഇത്തരം സമ്മർദ്ദങ്ങളെ ചെറുത്തതിൻ്റെ അഭിമാനപരമായ പാരമ്പര്യം ഈ സംഘടനയ്ക്കുണ്ട്. കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്ത് ചരിത്രത്തെ മാറ്റിയെഴുതുക എന്നത് ഒറ്റപ്പെട്ട ആശയപരമായ തർക്കത്തിനപ്പുറം സുസ്ഥിര രാഷ്ട്രീയ പദ്ധതിയായി മാറി. ഈ ഇടപെടലിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണം CBSE പാഠപുസ്തകമാണ്. ദേശീയതയുടെ പ്രച്ഛന്നവേഷമണിഞ്ഞ് നിർണായകമായ ചരിത്ര പ്രക്രിയകൾ, സംഭവങ്ങൾ, കണക്കുകൾ എന്നിവ ഒഴിവാക്കപ്പെടുകയോ അതിൽ വെള്ളം ചേർക്കപ്പെടുകയോ ചെയ്തു. ഇന്ത്യയുടെ ഭരണ സമ്പ്രദായം, സാമ്പത്തിക കാര്യം, സാംസ്കാരിക കൈമാറ്റം, രാഷ്ട്രീയ സങ്കീർണത എന്നിവയെ മനസ്സിലാക്കുന്നതിൽ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്ന മുഗൾ കാലഘട്ടം അപ്പാടെ ഒഴിവാക്കപ്പെട്ടു. ഇന്ത്യൻ ചരിത്രം പരിണമിച്ചത് പാരസ്പര്യത്തിലൂടെയും കൂടിയാലോചനകളിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും ആണെന്ന ആശയമാണ് ഇതിലൂടെ അപ്രത്യക്ഷമാവുന്നത്. ആധുനിക ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ്. ജനകീയ ചെറുത്തുനിൽപ്പ്, കർഷക സമരങ്ങൾ, ഗോത്രവർഗ സമര മുന്നേറ്റങ്ങൾ, തൊഴിലാളി വർഗത്തിൻ്റെ സംഘടിത സമര പ്രസ്ഥാനങ്ങൾ എന്നിവയൊക്കെ വ്യവസ്ഥാപിതമായി വെട്ടി ഒതുക്കപ്പെട്ടു. സാമ്രാജ്യത്വ വിരുദ്ധതയും സോഷ്യലിസവും രൂപപ്പെടുത്തിയ ഭഗത് സിംഗിനെ പോലുള്ള ചിന്തകൻ്റെ പ്രത്യയശാസ്ത്രപരമായ ആഴം ചീന്തിയെറിഞ്ഞ് കേവലം ഒരു ദേശസ്നേഹിയായി ചിത്രീകരിക്കപ്പെട്ടു. സ്വാതന്ത്ര്യസമരം വരെ വളരെ സുഗമവും എതിർപ്പില്ലാത്തതുമായ നിലയിൽ ഏതാനും ചില നേതാക്കൾ നടത്തിയ ഒന്നാണെന്ന് വരച്ചുകാട്ടിയപ്പോൾ ജനകീയ പ്രസ്ഥാനങ്ങളുടെയും ആശയാധിഷ്ഠിതമായ പോരാട്ടങ്ങളുടെയും പങ്ക് അരികുവൽക്കരിക്കപ്പെട്ടു. ഒരു വശത്ത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ചില അപ്രധാനികളെ യഥാർത്ഥ വീരനായകരാക്കി അവതരിക്കപ്പെട്ടപ്പോൾ, മറുവശത്ത് സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി എല്ലാം ത്യജിച്ച ത്യാഗധരായ വീരനായകരെ പൂർണ്ണമായും തമസ്കരിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ പങ്ക് പോലും ചെറുതാക്കപ്പെടുകയും സവർക്കറിന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രൊഫസർ ഡോക്ടർ KKN കുറുപ്പിൻ്റെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തുഹ്ഫത്തുൽ മുജാഹിദീൻ ചരിത്ര പുസ്തകത്തിൻ്റെ പുനർവായന 443 വർഷങ്ങൾക്കു ശേഷം എന്ന പുസ്തകം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. ഡോക്ടർ V ശിവദാസൻ MP സമ്മേളന സുവനീർ പ്രകാശിപ്പിച്ചു. ഡൽഹി സർവകലാശാല പ്രൊഫസർ ഫർഹദ് ഹസൻ SC മിശ്ര അനുസ്മരണ പ്രഭാഷണം നടത്തി. ഹോമോ ഓപ്പർച്യൂണിറ്റിക്കസ്, ജാതിയുടെ ആപേക്ഷികവും തർക്കവിധിയുമായ പരിണാമം എന്ന വിഷയത്തിൽ ടോണി ജോസഫ് പ്രഭാഷണം നടത്തി. സബ് കളക്ടർ കാർത്തിക് പാനിഗ്രഹി, പ്രിൻസിപ്പൽ പ്രൊഫസർ J വാസന്തി, ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് ലോക്കൽ സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ വിനോദൻ നവാത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നൃത്ത പരിപാടി അരങ്ങേറി. 3 ദിവസങ്ങളിലായി തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നടക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൽ 700 പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കുക.
6 സെഷനുകളിലായി നടക്കുന്ന സെമിനാറുകളിൽ പങ്കെടുക്കുന്നതിന് കേരളത്തിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 692 പ്രതിനിധികൾ പങ്കെടുക്കുന്നു. പാളയും പനയോലയും പാരമ്പര്യ ചുവടുകളും. സർഗോത്സവം കലാമേളയിൽ ജനശ്രദ്ധ നേടി പരമ്പരാഗത നൃത്തങ്ങൾ. മണ്ണിന്റെ താളം നെഞ്ചിലെത്തിയ ചുവടുകളുമായി പ്രകൃതിയെ അനുകരിക്കുന്ന ചലനങ്ങളോടൊപ്പം തുടിതാളത്തിന്റെ അകമ്പടിയോടെ സർഗോത്സവം കലാമേളയിൽ വിദ്യാർത്ഥികൾ നിറഞ്ഞാടി. ഗോത്ര ജീവിതത്തിന്റെ ലാളിത്യം വ്യക്തമാക്കുന്ന പരമ്പരാഗത നൃത്തങ്ങളാണ് സർഗോത്സവത്തിന്റെ പ്രധാന വേദിയായി കളിയാട്ടത്തിൽ അരങ്ങേറിയത്. വനവും വേട്ടയും ഉത്സവങ്ങളുടെ ആഹ്ലാദവും രോഗശാന്തിക്കായുള്ള പ്രാർത്ഥനയും സഹജീവിതത്തിന്റെ ആഴമുള്ള ഏടുകളും നൃത്തത്തിന്റെ ഭാഷയിൽ വിദ്യാർത്ഥികൾ അതിമനോഹരമായി പുനഃസൃഷ്ടിച്ചു. മംഗലം കളി, വട്ടക്കളി, കമ്പളനാട്ടി, കൂറാട്ട, മന്നാൻകൂത്ത് തുടങ്ങിയ വ്യത്യസ്ത നൃത്തരൂപങ്ങളാണ് വേദിയിൽ അരങ്ങേറിയത്. വിദ്യാർത്ഥികളായ തനത് കലാകാരന്മാരും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാള, പനയോല, പ്ലാവില, മാവില, മുള, ഇഞ്ചത്തോൽ, ചണ, പക്ഷിത്തൂവൽ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പരമ്പരാഗത വേഷം അണിഞ്ഞുകൊണ്ടുള്ള കളിയാട്ടവേദി പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവമായി മാറി. ഉള്ളുള്ളേരി, മാണിനങ്കരി, കണ്ടനും കൊമരനും മുളഞ്ഞോട്ടരും തുടങ്ങിയ പാട്ടുകൾ ഉൾക്കൊള്ളിച്ച് വേദിയിൽ അവതരിക്കപ്പെട്ട ഓരോ നൃത്തവും വിനോദം മാത്രമല്ല, തലമുറകളായി കൈമാറി വന്ന ജീവിതാനുഭവങ്ങളുടെയും പാരമ്പര്യത്തിന്റെയും ദൃശ്യാവിഷ്കാരം കൂടിയാണ്. അധ്യാപകരുടെയും കലാപരിശീലകരുടെയും പിന്തുണയോടെ മറവിലായിരുന്ന നിരവധി ഗോത്ര നൃത്തങ്ങൾ പുതുതലമുറയിലൂടെ വീണ്ടും ജീവൻ പ്രാപിക്കുന്നതിന്റെ തെളിവാണ് ഈ സർഗോത്സവം. സർഗോത്സവം 2025 ചിലപ്പതികാരത്തിന്റെ നേർക്കാഴ്ചയൊരുക്കി. മന്നാൻ കൂത്ത് അടിറാമ റാമോ അടിയങ്കളെ കാക്കവണുമാ. 7 മലദൈവങ്ങളെ ആവാഹിച്ച് ഇടുക്കി ജില്ലയിലെ മന്നാൻ സമുദായത്തിന്റെ മന്നാൻ കൂത്ത് കാടിയിറങ്ങി വേദിയിലെത്തി. പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കലാമേള സർഗോത്സവം 2025 വേദിയിലാണ് മന്നാൻ സമുദായത്തിന്റെ തനത് കലാരൂപം അരങ്ങേറിയത്. ഇടുക്കി ജില്ലയിലെ ആദിവാസി സമൂഹമായ മന്നാൻ സമുദായത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിലും ആഘോഷങ്ങളിലും അരങ്ങേറുന്ന പ്രധാന കലയാണ് മന്നാൻ കൂത്ത്. അടിറാമ റാമോ അടിയങ്കാളെ കാക്കാവണുമാ തുടങ്ങുന്ന ശ്ലോകത്തോടെയാണ് ഈ ഗോത്രനൃത്തം അരങ്ങേറുന്നത്. ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെയും കോവിലന്റെയും കഥ ഇതിവൃത്തമാക്കിയാണ് പരമ്പരാഗത നൃത്ത മത്സരത്തിൽ EMRS പൈനാവ് ഇടുക്കി സ്കൂളിലെ വിദ്യാർത്ഥികൾ മന്നാൻ കൂത്ത് അവതരിപ്പിച്ചത്. വിളവെടുപ്പ്, വേട്ടയാടൽ, കല്യാണം, മരണാനന്തര ചടങ്ങ് എന്നിങ്ങനെയുള്ള എല്ലാ പ്രധാന ചടങ്ങുകളിലും ഈ സമുദായത്തിനിടയിൽ മന്നാൻ കൂത്ത് അരങ്ങേറുന്നു. വേഷപ്പകർച്ച കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ഏറെ പ്രത്യേകതയുള്ള പരമ്പരാഗത ഗോത്ര നൃത്തമാണ് മന്നാൻ കൂത്ത്. ഇഞ്ചമരത്തിന്റെ തോലാണ് ഇതിലെ പ്രധാന വേഷം. പ്ലാവിലെ കോർത്തുകൊണ്ടുള്ള ആഭരണം, ഭദ്രാക്ഷം, ഇല്ലിമുള എന്നിവ കൊണ്ടുള്ള മാല, തലയിൽ പരുന്ത്, മൂങ്ങ എന്നിവയുടെ തൂവലുകൾ കൊണ്ടുള്ള കിരീടം, മാവില കൊണ്ടുള്ള അരപ്പട്ട, മരക്കരി, കുങ്കുമം, അരിമാവ് എന്നിവ കൊണ്ടുള്ള മുഖത്തെഴുത്ത്, ചിലങ്ക എന്നിവയും ഇതിന്റെ പ്രത്യേകതയാണ്. 70 ചൊല്ലുകളും 82 ശ്ലോകങ്ങളും മദ്ദളം, ഇലത്താളം എന്നിവയുടെ അകമ്പടിയോടുകൂടി കൂത്ത് അരങ്ങേറുന്നത്. 7 മുതൽ 41 ദിവസം വരെയുള്ള വ്രതാനുഷ്ഠാനത്തോടെയാണ് ഇത് അവതരിപ്പിച്ചു പോകുന്നത്. മന്നാൻ സമുദായത്തിനിടയിൽ ഗുരുകുല വിദ്യാഭ്യാസം പോലെ സ്വയാത്മകമാക്കിയെടുക്കുന്ന കലയാണിത്. പെരിയാനങ്കൽ, പഞ്ചപുല്ലൻ എന്നീ സഹോദരങ്ങളാണ് മന്നാൻ കൂത്ത് വികസിപ്പിച്ചെടുത്തത്. രാത്രി കാലങ്ങളിലാണ് ഇത് കെട്ടിയാടുന്നത്. നിലവിൽ കേരളത്തിലെ രാജവാഴ്ചയുള്ള ഒരു സമുദായം കൂടിയാണ് മന്നാൻ സമുദായം. രുചിമേളമൊരുക്കി സർഗോത്സവം 2025. കണ്ണൂരിൽ നടക്കുന്ന സർഗോത്സവം 2025 കലയുടെ ഉത്സവം മാത്രമല്ല, രുചിയുടെയും കൂടിയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമേളയുടെ ഭാഗമായി ഭക്ഷണപുരയിൽ എല്ലാ ദിവസവും 3 നേരം 2500 പേർക്ക് ഭക്ഷണം ഒരുക്കും. അതോടൊപ്പം ഇടനേരം ചായയും പലഹാരവും ഉണ്ടാകും. 3 നേരവും പ്ലേറ്റിലാണ് ഭക്ഷണം നൽകുന്നത്. വ്യത്യസ്തമായ പ്രഭാത ഭക്ഷണമാണ് ഓരോ ദിവസവും നൽകുക. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രുചികളാണ് മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തലശ്ശേരി ദം ബിരിയാണി, കിണ്ണത്തപ്പം തുടങ്ങിയ
കണ്ണൂർ സ്പെഷ്യൽ വിഭവങ്ങളും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കളക്ടറേറ്റ് മൈതാനത്ത് തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷണശാലയിൽ ഒരേ സമയം 600-ലധികം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ട്. 20 കുടുംബശ്രീ അംഗങ്ങളും 15 വളണ്ടിയർമാരും 21 ഭക്ഷണ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 56 പേർ ഭക്ഷണം വിളമ്പാനും ഭക്ഷണശാല നിയന്ത്രണത്തിലുമുണ്ട്. അസിസ്റ്റന്റ് DDOD മനോജിനാണ് ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല. CK ജോഷ്മോൻ, PP ഗിരീഷ് എന്നിവർ കൺവീനർമാരാണ്. എറണാകുളം കണ്ണമാലിയിൽ അപകടത്തിൽപ്പെട്ട യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്ന ആരോപണം നിഷേധിച്ച് പോലീസ്. പരിക്കേറ്റ യുവാവിനെ ബൈക്കിന് പിന്നിൽ കെട്ടിവെച്ച് കൊണ്ടുപോയി എന്നായിരുന്നു യുവാക്കളുടെ ആരോപണം. എന്നാൽ യുവാക്കൾ ആശുപത്രിയിൽ എത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആശുപത്രിയിൽ എത്തിച്ചതിന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പരിക്കേറ്റ യുവാവിന്റെ ശരീരത്തിൽ നിന്നും മദ്യത്തിന്റെ ഗന്ധമുണ്ടെന്ന് രേഖപ്പെടുത്തിയ ഡോക്ടർ കുറിപ്പടിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിൽ നിന്നും പുതുവത്സരാഘോഷം കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങി വരുന്ന യുവാക്കൾ ചെല്ലാനം ഭാഗത്ത് വെച്ച് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ നിർത്താതെ പോകുകയായിരുന്നു. ഇവരെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബിജുമോൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനും ബൈക്ക് ഓടിച്ചിരുന്ന അനിൽ എന്നയാൾക്കും നിലത്തു വീണ് പരിക്കേറ്റു. അതിനുശേഷം അനിലിനെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ബൈക്കിൽ കയറ്റി ചെട്ടിക്കോടുള്ള ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതര പരിക്കില്ലെന്നും സ്വന്തമായി ആശുപത്രിയിലേക്ക് പോകാമെന്നുമാണ് യുവാക്കൾ അറിയിച്ചതെന്നും പോലീസ് പറഞ്ഞു. നായ കുറുകെ ചാടിയപ്പോൾ അപകടം സംഭവിച്ചതാണെന്ന് യുവാക്കൾ ഡോക്ടർക്ക് മൊഴി നൽകിയത്. യുവാക്കൾ അമിതവേഗത്തിലും മദ്യലഹരിയിലുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മുതിർന്ന CPM നേതാവ് KM സുധാകരൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് എറണാകുളം പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം വൈകിട്ട് വൈപ്പിൻ നായമ്പലത്തിലുള്ള വസതിയിൽ നടക്കും. രാവിലെ 10 മുതൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം. തൊഴിലാളി സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന KMS എന്നീ വിളിക്കപ്പെട്ടിരുന്ന KM സുധാകരൻ ചെറുപ്രായത്തിലെ ചെത്തുതൊഴിലാളികളെ ചേർത്തുപിടിച്ചു അവരുടെ അവകാശങ്ങൾക്കായി പൊരുതി. 1950-ലെ ട്രാൻസ്പോർട്ട് സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ അദ്ദേഹത്തിന് പ്രായം കേവലം 18 മാത്രമായിരുന്നു. പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. കുടിക്കിടപ്പു സമരം, ചെത്തുതൊഴിലാളി പണിമുടക്ക് തുടങ്ങിയ എണ്ണിയാലൊതുങ്ങാത്ത സമരങ്ങളുടെ മുൻനിര പോരാളിയായിരുന്നു KMS. അടിയന്തരാവസ്ഥയിൽ 16 മാസമാണ് തടവിൽ കഴിഞ്ഞത്. കള്ളുചെത്ത് തൊഴിലാളി ക്ഷേമനിധി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതും KMC ആയിരുന്നു. 1953-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ അദ്ദേഹം 1964-ൽ CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമായി. വൈപ്പിൻ ഏരിയ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, CIT സംസ്ഥാന ട്രഷറർ, KSKTU ജില്ലാ സെക്രട്ടറി തുടങ്ങിയ ചുമതലകളെല്ലാം വഹിച്ചു. പ്രതീക്ഷകൾ അവസാനിച്ചു. സുഹാന്റെ മൃതദേഹം കുളത്തിൽ നിന്ന് കണ്ടെത്തി. പാലക്കാട് ചിറ്റൂരിൽ നിന്നും ഇന്നലെ 12 മണി മുതൽ കാണാതായ 6 വയസ്സുകാരൻ സുഹാനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വീടിന് സമീപത്തെ കുളത്തിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. കുളത്തിന്റെ മധ്യഭാഗത്ത് പൊങ്ങിക്കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സുഹാന്റേത് മുങ്ങി മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സുഹാന്റെ ശരീരത്തിൽ സംശയാസ്പദമായ മുറിവുകളും പരിക്കുകളും ഇല്ലെന്ന് കണ്ടെത്തി. സുഹാനെ കാണാതായി 21 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം വീട്ടിൽ നിന്നും അല്പം മാറിയുള്ള കുളത്തിൽ കണ്ടെത്തിയത്. സുഹാനെ കാണാതായത് മുതൽ ഊർജിത അന്വേഷണമാണ് പോലീസ് നടത്തിയിരുന്നത്. പോലീസുകാർക്കൊപ്പം നാട്ടുകാരും ചേർന്നെങ്കിലും CCTV ദൃശ്യത്തിൽ പോലും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. കുട്ടിയുടെ വീടിനടുത്തുള്ള കുളങ്ങളിലും മറ്റു ജലാശയിലുമെല്ലാം തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ഡോഗ് സ്ക്വാഡ് അടക്കമെത്തി നടത്തിയ ശ്രമവും വിഫലമാകുകയായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ ഫയർഫോഴ്സ് താമര നിറഞ്ഞ മറ്റൊരു കുളത്തിൽ തെരച്ചിൽ നടത്തി. എന്നാൽ ഈ കുളത്തിലെ പരിശോധനയിലും കുട്ടിയെ കണ്ടെത്തിയില്ല. തുടർന്ന് അല്പം ദൂരെയുള്ള കുളത്തിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ സുഹാൻ സഹോദരിയുമായി പിണങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണെന്ന് ബന്ധുക്കൾ പറയുന്നു. സാധാരണ കുട്ടികൾ തമ്മിൽ ഉണ്ടാകാറുള്ള പിണക്കം മാത്രമായിരുന്നു അത്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതിരുന്നതോടെയാണ് തെരച്ചിൽ നടത്തിയത്. സുഹാന്റെ അമ്മ നീലഗിരി പബ്ലിക് സ്കൂൾ അധ്യാപികയാണ്. കുട്ടിയെ കാണാതാകുമ്പോൾ അമ്മ സ്കൂളിലെ ഒരു ആവശ്യത്തിനായി പോയതായിരുന്നു. സുഹാന്റെ പിതാവ്
അനസ് വിദേശത്തു നിന്നും പാലക്കാടെത്തി. തിരുവനന്തപുരം ശാസ്തമംഗലത്തെ MLA ഓഫീസ് ഒഴിയണമെന്ന് BJP കൗൺസിലർ R. ശ്രീലേഖ ആവശ്യപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമെന്ന് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത്. 7 വർഷമായി ജനങ്ങൾ ആശ്രയിക്കുന്ന ഓഫീസ് MLAയോട് വിളിച്ചു ഒഴിയാൻ ആവശ്യപ്പെടുന്നത് ശരിയായ നടപടിയല്ല. കോർപ്പറേഷൻ നിശ്ചയിച്ച വാടക നൽകിയാണ് MLA ഓഫീസ് പ്രവർത്തിക്കുന്നത്. അത് ഒഴിയാൻ നിയമപരമായ നടപടികളുണ്ട്. MLA ഓഫീസായി സ്ഥലം നൽകിയ കൗൺസിൽ ആ തീരുമാനം റദ്ദാക്കണം. അതിനുശേഷം നഗരസഭാ സെക്രട്ടറിയാണ് കെട്ടിടം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതെന്നും VK പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നഗരസഭയുടെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം MLA ഓഫീസിനും ഒരു ഭാഗം കൗൺസിലറുടെ ഓഫീസിനുമായാണ് പ്രവർത്തിച്ചത്. നേരത്തെ BJPയുടെ കൗൺസിലർ ആ ഓഫീസാണ് 5 വർഷം ഉപയോഗിച്ചത്. അന്നൊന്നും ഒരു പ്രയാസവും പറഞ്ഞിട്ടില്ല. വാടക കരാർ തീരുന്ന മാർച്ച് 31 വരെ ഓഫീസ് ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാ ജനപ്രതിനിധികൾക്കും പ്രവർത്തിക്കാൻ അധികാരവും അവകാശവുമുണ്ട്. എന്നാൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP നടപ്പാക്കുന്ന ബുൾഡോസർ രാജ് പോലുള്ള നടപടികളുടെ വേറൊരു മാതൃകയാണ് ഇവിടെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും MLA പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ട ശ്രീലേഖ MLA ഫോൺ വിളിച്ചത്. കൗൺസിലറുടെ ഓഫീസിന് സൗകര്യം കുറവുണ്ടെന്നും MLA ഓഫീസിന്റെ സ്ഥലം കൂടി എടുക്കേണ്ടതുണ്ടെന്നും ആവശ്യപ്പെടുകയായിരുന്നു. BJPയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ പോകുമെന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രഖ്യാപനമാണ് തൃശൂർ മറ്റത്തൂരിൽ നടപ്പാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം പരിചയ രാഷ്ട്രീയ കാഴ്ചയല്ല ഇത്. അരുണാചൽ പ്രദേശിലും പുതുച്ചേരിയിലും ഗോവയിലും BJP ലയിച്ച കോൺഗ്രസിന്റെ കേരള മോഡലാണ് മറ്റത്തൂരിലേതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. LDF പ്രസിഡന്റ് വരുന്നത് തടയാനാണ് മറ്റത്തൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് പഞ്ചായത്ത് അംഗങ്ങളായ മുഴുവൻ പേരും കൂറുമാറി BJP പാളയത്തിലെത്തി ഭരണം പിടിച്ചത്. ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്നവരും ഇരുട്ടി വെളുക്കുമ്പോഴേക്കും BJP ആകാൻ മടിക്കില്ല എന്നാണ് ഇവിടെ തെളിയുന്നത്. കൈപ്പത്തി ചിഹ്നം താമരയാക്കി മാറ്റാൻ കോൺഗ്രസുകാർക്ക് മനസ്സാക്ഷി കുത്തില്ല. സംസ്ഥാനത്ത് പലയിടത്തും BJP കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നത് തദ്ദേശ ഫലത്തിൽ വ്യക്തമാണ്. അതവർ ഒരു മടിയുമില്ലാതെ തുടരുകയാണ്. സ്വയം വിൽക്കാനുള്ള കോൺഗ്രസിന്റെ ഈ സന്നദ്ധയാണ് BJPയുടെ കേരള വ്യാമോഹങ്ങൾക്ക് വളമിടുന്നത്. എല്ലാ ജനവിഭാഗങ്ങളുടെയും പറ്റിച്ച് അധികാര രാഷ്ട്രീയം കളിക്കാനും സംഘപരിവാറിനെ നിലമൊരുക്കാനുമുള്ള രാഷ്ട്രീയ അല്പത്വം സ്വാഭാവികവൽക്കരിക്കാനും വ്യാപിപ്പിക്കാനുമുള്ള കോൺഗ്രസിന്റെ കുടിലതന്ത്രങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് മറ്റത്തൂരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റത്തൂരിൽ കണ്ടത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് പഞ്ചായത്ത് അംഗങ്ങളായ മുഴുവൻ പേരും കൂറുമാറി BJP പാളയത്തിലെത്തി ഭരണം പിടിച്ചു. 8 കോൺഗ്രസ് അംഗങ്ങൾ മാത്രമേ അവിടെ UDFിനുള്ളൂ. മരുന്നിന് പോലും ഒരാളെ ബാക്കി വെക്കാത്ത BJP അവരെ അങ്ങെടുത്തു. കേരളം പരിചയ രാഷ്ട്രീയ കാഴ്ചയല്ല ഇത്, മുഖ്യമന്ത്രി വ്യക്തമാക്കി. എക്കോ ഉടൻ OTTയിലേക്ക്. റിലീസ് തീയതി പുറത്ത്. തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയ സന്ദീപ് പ്രദീപ് ചിത്രം എക്കോ ഉടൻ OTTയിലെത്തും. ചിത്രത്തിന്റെ OTT റിലീസ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റ് സന്ദീപ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ചിത്രം ഡിസംബർ 31 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. ചില സത്യങ്ങൾ എത്ര ശ്രമിച്ചാലും കണ്ടെത്താൻ കഴിയില്ല. നെറ്റ്ഫ്ലിക്സിൽ ഡിസംബർ 31 മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ എക്കോ കാണുക എന്ന കുറിപ്പോടുകൂടിയാണ് നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിന്റെ അപ്ഡേറ്റ് കിട്ടിയത്. ഏകദേശം 5 കോടി രൂപയുടെ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം 40 കോടിയിലധികം രൂപ നേടി വാണിജ്യ വിജയമായി. രഞ്ജിത്ത് അയ്യത്താൻ, എഴുത്തുകാരനും ഛായാഗ്രഹനുമായ ബാഹുൽ രമേശ് എന്നിവരുടെ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രം സിനിമ ആസ്വാദകർ പുത്തൻ ദൃശ്യാനുഭവമാണ് സമ്മാനിച്ചത്. എക്കോയിൽ സന്ദീപ് പ്രദീപിന് പുറമെ സൗരഭ് സച്ദേവ്, വിനീത് നരേൻ, അശോകൻ, ബിനു പപ്പു, സഹീർ മുഹമ്മദ്, ബിയാന മോമിൻ, C5, രഞ്ജിത് ശങ്കർ, ശ്രീലക്ഷ്മി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കിഷ്കിന്ധ കാണ്ഡം, വെബ് സീരീസായ കേരളം ക്രൈം ഫയൽസ് സീസൺ 2 എന്നിവയ്ക്ക് ശേഷം ബാഹുലിന്റെ ആനിമൽ ട്രിലോജിയിലെ അവസാന അധ്യായമാണ് എക്കോ. മൃഗസാന്നിധ്യമുള്ള കഥാലോകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളും ധാർമ്മിക സംഘർഷങ്ങളുമാണ് 3 കഥകളിലും വിഷയമാകുന്നത്. കിഷ്കിന്ധ കാണ്ഡത്തിൽ കുരങ്ങുകൾക്ക് പ്രാധാന്യം നൽകിയപ്പോൾ എക്കോയിൽ അത് നായകൾക്കാണ്.
വിമാന സർവീസ് ഉടനെന്ന് അൽഹിന്ദ് ദുബായ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വിനോദസഞ്ചാര രംഗത്തെ പ്രമുഖ സ്ഥാപനം അൽഹിന്ദ് ഗ്രൂപ്പിന്റെ വിമാന സർവീസുകൾ ഉടൻ ആരംഭിക്കും. ഇന്ത്യയിൽ ആഭ്യന്തര സർവീസുകൾ നടത്താൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രാഥമിക അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. ആവശ്യമായ മാനദണ്ഡം പൂർത്തിയാക്കിയ ശേഷം അന്താരാഷ്ട്ര സർവീസുകളും ആരംഭിക്കാൻ പദ്ധതിയുണ്ട്. ആദ്യ അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനമായി UAE ആണ് പരിഗണിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. 1990കളുടെ തുടക്കത്തിൽ ആരംഭിച്ച അൽഹിന്ദ് ഗ്രൂപ്പ് ഇന്ത്യയിലെ ആഭ്യന്തര റൂട്ടുകളിലൂടെയാണ് സർവീസ് ആരംഭിക്കുക. 3 വിമാനങ്ങളുമായാണ് സർവീസ് തുടങ്ങുക. 20 വിമാനങ്ങൾ പ്രവർത്തന സജ്ജമായാൽ ഉടൻ അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കുമെന്നും കഴിഞ്ഞ വർഷം ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് ഹാരിസ് ആഭിമുഖ്യത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിലെ വിവിധ വിമാന കമ്പനികളിലുണ്ടായ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര വിമാന മേഖലയിൽ കൂടുതൽ മത്സരത്തിന് വഴിയൊരുക്കാനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമായാണ് അനുമതി നൽകിയത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.